ഉടമ്പടി അന്വേഷിക്കുന്നത് ഗ്രേസ് നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമില്ല, നീ പറഞ്ഞ അവർക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞ നിനക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല. അതൊക്കെ മെറിറ്റിൻ്റെ സബ്ജക്റ്റാണ്. ഉടമ്പടി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയുടെ അനുധാരികളും ഡിമാൻഡ്സുകളും നോക്കിയിട്ട് കൃപ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻസ് എറൈസ് നമ്മൾ ക്രമീകരിച്ചെടുക്കണം. കൃപ വർദ്ധിക്കാൻ പറ്റിയ ഇതൊന്നും അറിയാതെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കമ്പൽസറി ആയിട്ട് നിങ്ങളെല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടണമെന്ന് പറയണം. ഇപ്പം ധ്യാനം ഇപ്പം ഇതിൻ്റെ അകത്ത് വന്ന് ഉടമ്പടിക്ക് എന്തുമാത്രം മനുഷ്യ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും ചൊവ്വാഴ്ച ധ്യാനം കൂടത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അച്ഛനെ കാണാനൊക്കെ വരികയല്ലേ. അപ്പോൾ എനിക്ക് ഈ ആളെ കാണുമ്പോൾ ഡൗട്ട് തോന്നുകയാണെ പറയും, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? അയ്യോ അച്ഛാ, കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് കാണാനിരിക്കുക നോക്കാനിരിക്കണേ ഉള്ളൂ. ശരി, കുഴപ്പമില്ല. അതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ഇല്ല അച്ഛാ, ഞാൻ ഇപ്പോൾ കുറച്ച് നാളാതെ കേൾക്കണില്ല, തീർന്നില്ല പരിപാടി. ദാറ്റ് ഈസ് നോൺസെൻസ്. അവൾ ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഹീസ് നോട്ട് ഇൻ കവനൻറ്റ്. അവർ ഉടമ്പടിയിലല്ല. പിന്നെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തെ ദുരുപയോഗിക്കാൻ വരികയാണ്. അതുകൊണ്ട് നീ ഇവിടെ കാൽ കുത്തണമെമ്പോൾ തന്നെ കർത്താവിന് വരും, പിശാച് വരുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയും, എന്നോട് പറയും. അപ്പോൾ തീരുമാനമായില്ല. വല്ല കാര്യമുണ്ട്, എൻ്റെ ആവശ്യമുണ്ട്. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തോട് ചെയ്ത വിശ്വസ്തരല്ല. ഇവിടുത്തെ മെയിൻ ബൈബിൾ അവസാനിക്കുമ്പോൾ എന്താ പറയണത്? ഫിഡൈൽ അൺടു ദി ഡെത്ത്, അൺടിൽ ഡെത്ത്. എന്താണ്? മരണം വരെ വിശ്വസ്തനായിരിക്കുക. നിങ്ങൾ നല്ല മനുഷ്യനാണോ അല്ലെങ്കിൽ നിങ്ങൾ കാപട്യമില്ലാത്ത ആളാണോ എന്നല്ല പ്രശ്നം. നിങ്ങൾക്ക് ഫിഡലിറ്റി ഉണ്ടോ ദൈവത്തോട്? ഫിഡലിറ്റി ഉണ്ടെങ്കിൽ വിശ്വസ്തത, ഉടമ്പടിയുടെ മുഖമുദ്ര ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്ര തന്നെയാണ്. എന്താണത്? ഉടമ്പടി നിങ്ങൾ കേവല വിശ്വാസികളിൽ നിന്ന് ഒരു ഡിസേബിളിൻ്റെ റെലത്തിലേക്ക് നിങ്ങളെ ഉയർത്താനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ശിഷ്യനാണ്, ശിഷ്യയാണെന്ന് പറയണം. ശിഷ്യയാണെങ്കിൽ അശ്വതി കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവളെ 3 കൊല്ലം ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ലേ, ഇൻ്റർവ്യൂ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തോക്കെ ഇവനോട് ചോദിച്ചു, ഇവക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ പറ്റണ പോലെയൊക്കെ അത് എന്തൊക്കെ പറഞ്ഞ്. അപ്പം അതെല്ലാം പൊട്ടത്തന്നെയാണെന്ന് ഇവക്കും അറിയാം. പക്ഷേ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ, ആ ഇൻ്റർവ്യൂ മുമ്പ് ഇവളെന്ത് ചെയ്യുന്നറിയാമോ? ഇവളുള്ള കാര്യം അങ്ങോട്ട് കൈ ഉയർത്തി തൻ്റെ തോൽവി, തൻ്റെ മെറിറ്റില്ലാത്ത അവസ്ഥ അവൾ അംഗീകരിക്കും. ഇപ്പം നമ്മുടെ മെറിറ്റിലല്ല, പിന്നെ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ നിൻ്റെ അതിനാണ് നമ്മൾ ഉപ്പിടണത്. അവൾ ആ ഇൻ്റർവ്യൂ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട്. എന്താ കാര്യം? എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, എനിക്ക് ഒരു സംസാരിക്കാൻ അറിയാൻ പാടില്ല, ആകപ്പാടെ ഉള്ളത് പോകാനുള്ളൊരാഗ്രഹമുണ്ട്, കടങ്ങളുള്ളതുകൊണ്ട്. ഇപ്പം ഇനി കർത്താവ് മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ എനിക്കുള്ളൂ, കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി, ഞാൻ എൻ്റെ യോഗ്യതയിലല്ല ആശ്രയിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഉപ്പിടണത്. എന്താ ഉപ്പിടണത്? ഉടമ്പടിയാണോ? ഉടമ്പടി ഉപ്പെന്നാണ് ബൈബിൾ പറയണത്. അല്ല, ഓരോരുത്തരിങ്ങനെ, ഞാനൊരു പള്ളി ചെന്നപ്പോൾ അവിടെ ഉപ്പിരിക്കുകയും എന്താ നേർച്ച ഇടുന്നവരെല്ലാം അവിടെ നിന്നൊരു നുള്ളെടുത്തുകൊണ്ട് പോകും. അത്ര ഉപ്പല്ല കൃപാസനത്തിലെ ഉപ്പ്. കൃപാസനത്തിലെ ഉപ്പ് ഉടമ്പടി ഉപ്പാണ്. സോൾട്ട് ഓഫ് ദി കവനൻ്റ് എന്ന് ബൈബിൾ പറയുന്ന ഉപ്പാണ്. എന്താണത്? അത് ലേവയർക്കുള്ളതാണ്. ലേവയർ ആരാണ്? പുരോഹിത വർഗമാണ്. എന്താ ലേവയന്? മോസസ് ഗോത്രങ്ങൾക്ക് വാഗ്ദാന ഭൂമി വിഭജിച്ച് കൊടുത്തപ്പോഴേ കർത്താവ് മോസസിനോട് പറഞ്ഞു, ലേവയർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ അവകാശമില്ല. എന്താ കാര്യം? ഞാനാണ് അവരുടെ അവകാശം. അയ്യോ, എന്തൊരു സംഭവം! അതുകൊണ്ട് മോസസ് പറഞ്ഞു, എല്ലാ കുറവിലും ലേവ്യരുടെ ഓഹരികളിൽ നിങ്ങൾ ഉപ്പ് തളിക്കണം. അത് നിങ്ങൾ എടുക്കാനും പള്ളിക്കെടുക്കാനുമല്ല, അത് അവരുടെ കുടുംബം കഴിയാൻ വേണ്ടിയുള്ളതാണ്. അത് കാര്യം എൻ്റെ ഓഹരിയാണെന്നത്, അതെൻ്റെ ഓഹരിയാണ് ഉപ്പ് തളിക്കണത്.
അത്രയും ബോധത്തിൽ വേണം നിങ്ങൾ ഉപ്പ് കൈകാര്യം ചെയ്യാൻ. എന്നുവെച്ചാൽ എനിക്കിവിടെ അവകാശമില്ല, നോട്ട് ബൈ മെറിറ്റ്, എനിക്ക് മെറിറ്റില്ല. അശ്വതി എന്താ ചെയ്യണത്? അശ്വതി സിസ്റ്റത്തെ തന്നെ ഉടമ്പടി തൈലം എടുത്തേണ്ട ഒരു കുരിശ് വരക്കും. എന്താണ്? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവിടെ സംസാരിക്കാൻ അറിയത്തില്ല, പറയണത് മനസ്സിലാകത്തില്ല, പിന്നെ എന്താണ്, ഇനി എല്ലാം നിൻ്റെ കയ്യിലാണുള്ളത്. അതാണ് ഉപ്പ് ഇട്ടേക്കണത്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ 25 ക്വസ്റ്റ്യൻ ചോദിക്കും. 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ പറയുമ്പോൾ നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും അവർക്ക് അറിയാവില്ല, അതുകൊണ്ട് അതിന് സന്തോഷമില്ല. കാര്യം പൊട്ട മാർക്കാണെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ അവർ പറഞ്ഞ് യു ഗോട്ട് 24 ഔട്ട് ഓഫ് 25 എന്ന് പറയും. ഇതാരാണ് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് നമ്മളോട് പറഞ്ഞ ആളാണ്. അപ്പം പക്ഷെ അത് നമ്മൾ അംഗീകരിക്കണം. അതാണ് വിഷയം. എൻ്റെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടെന്നാണ്. അവിടെ കയറിപ്പോകുമ്പോൾ എന്താണ്? കൂട്ടുകാരെ പറഞ്ഞ് നീ കയറിപ്പോകും, നിൻ്റെ 2 കുഞ്ഞുങ്ങളും ഭർത്താവും ഇല്ലേ, അതൊന്നും നടക്കത്തില്ലെന്ന് പറയും. അത് നടക്കാൻ വകുപ്പില്ല, നീ ഫ്രഷ് ഹാൻഡല്ലേ, അവിടെ നിനക്ക് ഉദ്യോഗം കിട്ടിയെന്നല്ലേ ഉള്ളൂ, ബാക്കിയുള്ള സെറ്റപ്പായിട്ടില്ല. അപ്പം അത് കർത്താവിൻ്റെ ഇഷ്ടമെന്ന് അവൾ പറയും. അപ്പോൾ വിസ അടിച്ച് വരുമ്പോൾ ഭർത്താവിനും 2 കുഞ്ഞുങ്ങൾക്കും ഒപ്പമാണ് വിസ അടിച്ച് വരണത്. ഇതാണ് ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. പക്ഷേ ഈ അശ്വതി എന്ന് പറഞ്ഞ സംഭവത്തിന് ഇത് പെട്ടെന്നിങ്ങനെ ഓടിത്തിരിയും. കർത്താവ് ആരാണ്, ഞാൻ ചെയ്യണത് എന്താണെന്നൊക്കെ. ചില ആൾക്കാർ ഒക്കുമായിരിക്കും അല്ലേ, ഒത്താ ഒത്തി, കിട്ടാതെ കൂട്ടി, പോയാൽ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആംബിഗസായിട്ട് ചെയ്യും. അപ്പം ചെയ്യുമ്പോൾ തന്നെ അതിനൊരു തീരുമാനമായി ക്യാൻസൽഡാണ്. നിങ്ങൾ ഡൗട്ട് ഫെയ്ത്തിൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഉടമ്പടി സ്റ്റാൻഡ് ക്യാൻസൽഡ്, ഓട്ടോമാറ്റിക് ക്യാൻസലിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കേണ്ട കാര്യം. അവിടെ പോയിരുന്ന് ഉറങ്ങി വെച്ച് വന്ന് വല്ലതും കുറിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്യും. ദാറ്റ് നോൺ സെൻസ്. നിങ്ങൾ ഇത് ഡൗട്ട് ഫെയ്ത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയുടെ ഈ സ്ഥലത്ത് ആൾക്കാരെ കാല് കുത്തുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക് ക്യാൻസൽഡ് ആവും. എന്താ കാര്യം? ഫിഡലിറ്റി ഇല്ലെന്ന് കർത്താവിനറിയാം. എൻ്റെ മക്കളെ, ഏറ്റവും പ്രശ്നം അനുഗ്രഹാനന്തര കാലഘട്ടമാണ്. നിങ്ങളുടെ അനുഗ്രഹിച്ചതിന് ശേഷം നിങ്ങളുടെ ഉടമ്പടിയിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് ദൈവം നോക്കും. ഒരു പത്തറ്റിക് റീസൺ പറയാം, 90% ആൾക്കാരുടെ ഉടമ്പടി അപകടത്തിലാണ്. എന്താ കാര്യം? ഇവർ ഉടമ്പടി ചെയ്യണ ദൈവത്തോടല്ല, അവിടെ വിഷയത്തോടാണ്. ആ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉടമ്പടി അനുസരിച്ച് ജീവിക്കത്തില്ല. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഇവിടെയാണ് അശ്വതി വ്യത്യസ്തയാകണത്. ബൈബിളിൽ വ്യത്യസ്തതയ്ക്ക് ഭയങ്കര അർത്ഥമാണ്. വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയതാണ്. ഉടമ്പടിയിൽ നമ്മൾ ശ്രമിക്കുന്നത് വ്യത്യസ്തമാകാനും മനസ്സിനിണങ്ങിയതാണ്. 2 വാക്കും ബൈബിളിലെ വാക്ക്. ഡിഫറൻസ് എടുത്തേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പുറപ്പാട് 33:16. പുറപ്പാട് 33:16. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, പറഞ്ഞ് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അതാണ് വിഷയം. ദൈവം ഉടമ്പടിയിലൂടെ വരണ എന്താണ്? ഉടമ്പടി ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ.
അതൊക്കെ പഴയ സിലബസാണ്, മറന്നു പോകരുത്. എന്നെ ഇവിടെ കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഹനീന. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്നാണ്. ഞാനൊരു നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് നവംബർ 10, 2025. ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും എല്ലാം എൻ്റെ പപ്പ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ പപ്പയുടെ വണ്ടിയിൽ ഒത്തിരി പേരിങ്ങനെ കയറുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയും, പിന്നെ പത്രം കൊടുക്കും. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം അപ്പം അങ്ങനെ പറഞ്ഞു, കൃപാസനത്തെക്കുറിച്ച് എൻ്റെ വണ്ടിയിൽ കയറുമ്പോൾ ഒത്തിരി പേരെന്നോട് പറയാറുണ്ട്, ഒരുപാട് അനുഗ്രഹം തരുന്ന മാതാവാണ്, അപ്പം നമുക്ക് അവിടം വരെ ഒരു ദിവസം പോവാമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ആദ്യം അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോകണമെന്നും അത്ര വലിയ ആഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ 4 വർഷം മുമ്പ് ഞാൻ നേഴ്സിംഗ് ഞാൻ മംഗലാപുരത്താണ് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വെച്ചിട്ട്, അതായത് എന്നെ നേഴ്സിംഗ് ചേർക്കാനായിട്ട് പപ്പ അവിടെ കൊണ്ടുവന്നാക്കി, അവരെല്ലാവരും തിരിച്ചു പോയി. ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കയ്യിലും മേത്തും എല്ലാം നിറച്ചും കുരുക്കൾ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കൊതുക് കടിക്കണതായിരിക്കുമോ എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ച്. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്ത് എണീറ്റപ്പോഴും എൻ്റെ കയ്യിലും മേത്തും ഒക്കെ നിറച്ചും കുരുക്കൾ വന്നു തുടങ്ങി. അത് കൂടാൻ തുടങ്ങി, അത് പൊട്ടിച്ചോര വന്നു. എനിക്ക് എന്ത് ചെയ്തത് അത് മാറുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ കോളേജിൽ പറഞ്ഞു, മാമിൻ്റെ അടുത്ത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മാം ദേഷ്യപ്പെട്ടു പറഞ്ഞു, ഇവിടെ ഹോസ്പിറ്റലില്ലേ, ഇവിടെ കൊണ്ട് കാണിച്ചാൽ പോരെ, എന്തിനാണ് നീ വീട്ടിൽ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. ഭയങ്കരമായിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ട് കാണിച്ചു, പക്ഷെ എനിക്ക് മാറിയില്ല. അത് കഴിഞ്ഞ് പഠിത്തം നിർത്തി വീട്ടിൽ വരാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. വീട്ടിൽ വന്നിട്ട് എന്നോട് പപ്പ പറഞ്ഞു, ഇത്രയായിട്ടും മനസ്സിലായില്ലേ, നമുക്ക് കൃപാസനത്തിൽ പോവാം. എന്നിട്ട് ഇവിടെ വന്നു ഞങ്ങൾ, എൻ്റെ അപ്പയും അമ്മയും എല്ലാവരും കൂടി വന്നു. ഉടമ്പടി എടുക്കണമെന്നുള്ളൊരിത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. വന്നു പ്രാർത്ഥിച്ചു. എന്നിട്ട് പപ്പ ചെറിയൊരു പേപ്പറിൽ എഴുതി, എൻ്റെ മോളുടെ ഈ അലർജി മാറ്റി തരുവാണേൽ അവളെല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നോളാം എന്നും പറഞ്ഞ് എൻ്റെ പപ്പ ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ ജസ്റ്റ് എഴുതിയിട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഞാൻ പപ്പേനെ ഇങ്ങനെ കളിയാക്കി പറഞ്ഞു, എന്തിനാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എപ്പോഴും ഇവിടെ വരുമ്പോഴും വെറുതെ പപ്പയുടെ വണ്ടിയിൽ കാറ്റും കൊണ്ട് വെറുതെ ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ വെറുതെ വന്ന് ഇവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും മാറാതെ വന്നപ്പോൾ ഞാൻ മാമിനോട് പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ നിന്ന് ഹോസ്റ്റലിൽ മാറ്റി പുതിയ ഹോസ്റ്റലിലേക്ക് ആക്കി. അപ്പോൾ എൻ്റെ പതുക്കെ മാറാൻ തുടങ്ങി എൻ്റെ കയ്യിലെ കുരുക്കൾ. അപ്പോൾ എന്നോട് അപ്പ പറഞ്ഞു, കണ്ടില്ലേ മാതാവ് മാറ്റി തന്നതാ. അപ്പം ഞാൻ പറഞ്ഞു, അത് മാതാവ് മാറ്റി തന്നതല്ല, അത് ഹോസ്റ്റൽ മാറിയത് കൊണ്ടാണ് മാറിയത്, എൻ്റെ കയ്യിലെ കുരുക്കൾ മാറിയതല്ല, അത് മാതാവ് മാറ്റി തന്നതല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ദേഷ്യമായി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ പരീക്ഷ വന്നു, എനിക്ക് സപ്ലി ഉണ്ടായി, ഞാൻ തോറ്റു. അപ്പോഴും എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോയും പിന്നെ ഉപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ടായി. അതൊന്നും ഉപയോഗിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയറിൽ ഞാൻ തോറ്റു, സെക്കൻഡ് ഇയറിലും ഞാൻ തോറ്റു. പിന്നെ എനിക്ക് വിശ്വാസം വരാൻ തുടങ്ങിയത് എൻ്റെ കയ്യിൽ കുരുക്കൾ അന്ന് മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് ശേഷം വീണ്ടും എനിക്ക് കുരുക്കൾ കൈമ വരാൻ തുടങ്ങി. അതെന്ന് പറയുന്നത് എൻ്റെ കൃപാസനത്തിലേക്ക് പോകാൻ എന്നെ മാതാവ് വിളിക്കുന്ന ആ ഒരു സമയത്ത്, അതായത് ഞാൻ ആ ഹോസ്റ്റലിൽ എനിക്ക് ലീവ് അവർ പറയുന്ന സമയത്ത് എൻ്റെ കൈമ ഇങ്ങനെ ജസ്റ്റ് കുരുക്കൾ പോലെ ഇങ്ങനെ കാണിക്കും. അത് കൃപാസനത്തിൽ വന്നു കഴിഞ്ഞ് പോകുമ്പോൾ ആ കുരുക്കൾ പതുക്കെ മാറും. അതെനിക്കൊരു അടയാളം പോലെ എനിക്കത് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വീട്ടിലേക്ക്, അതായത് കൃപാസനത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ജസ്റ്റ് ഒരു അടയാളം പോലെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുരുക്കൾ കാണിക്കും. ഇപ്പം എൻ്റെ കൈമയില്ല. അത് അങ്ങനെ എനിക്ക് വിശ്വാസം വരാൻ തുടങ്ങിയത്. അത് ഞാൻ തേർഡ് ഇയറിൽ, അപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ എനിക്ക് സപ്ലി കിട്ടി, അതെൻ്റെ വിശ്വാസക്കുറവുകൊണ്ട് തന്നെ. അത് ഞാൻ തേർഡ് ഇയറിൽ എക്സാം വന്നു, അത് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ, എങ്കിൽ പോലും എനിക്ക് അത്ര വലിയ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പ പറഞ്ഞതുകൊണ്ട് മോൻ പേടിക്കണ്ട, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നീ തോറ്റുക, ശരിയാ, ഇപ്പോൾ നീ അത്യാവശ്യം പ്രാർത്ഥിക്കുന്നൊക്കെ ഇല്ലേ, മാതാവ് നിന്നെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു.
ഞാൻ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഒരു വിശ്വാസ പ്രമാണം എത്തിച്ച് ആ ഉപ്പെടുത്ത് ഞാൻ ഇങ്ങനെ കഴിച്ചു. അതിന് റിസൾട്ട് വന്നു, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. എന്നിട്ട് അപ്പ എന്നോട് പറഞ്ഞു, നീ അഹങ്കരിക്കണ്ട, നിൻ്റെ കഴിവും കൊണ്ടല്ല, മാതാവ് നിന്നെ അനുഗ്രഹിച്ചതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, മാതാവ് അനുഗ്രഹിച്ചതല്ല, അപ്പം ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടതോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അത് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ മൊത്തം കുരുക്കൾ വന്നു. അത് കഴിഞ്ഞ് ഫോർത്ത് ഇയർ ആയപ്പോൾ എൻ്റെ അടുത്ത് അപ്പ പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് എനിക്ക് നല്ല വിശ്വാസത്തിലേക്ക് ഞാൻ വന്നു. അങ്ങനെ ഫോർത്ത് ഇയറിൽ വെച്ച് ഞാൻ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ജോസഫ് അച്ഛൻ്റെ ടോക്കൊക്കെ കേട്ടു. പിന്നെ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. ഞാൻ നല്ലോണം വിശ്വാസത്തിലേക്ക് വന്നു. ഞാൻ പക്ഷേ എൻ്റെ നിയോഗങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നിയോഗം ഞാൻ എഴുതി, എന്നെ എക്സാം പാസ്സാക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നിയോഗങ്ങൾ എഴുതി. നിയോഗങ്ങളൊക്കെ എഴുതി ഞാൻ ഉടമ്പടിയിൽ ആദ്യം കുറച്ച് പാകപ്പിഴകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ. കാരണം ഞാൻ ബൈബിളൊന്നും അധികം വായിക്കുന്നൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല. പിന്നെ പതുക്കെ അത് ശരിയായി വന്നത്. പിന്നെ ചെറിയൊരു വിശ്വാസക്കുറവൊക്കെ അപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വചനം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടും, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്ന ബോധ്യവുമാണെന്ന് പറഞ്ഞ വചനമൊക്കെ എനിക്ക് കിട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ വിശ്വാസം അങ്ങനെ കുറഞ്ഞു വരും. ഒരു ദിവസം തന്നെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പച്ചത്തിരി പതുക്കെ ഒന്ന് വളഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ തോക്കും, പരീക്ഷയ്ക്ക് തോക്കുമെന്നാണ് തോന്നണേ. അങ്ങനെ ഒരു വിചാരം എനിക്ക് വരും. അത് ഞാൻ മാതാവേ എൻ്റെ ബർത്ത്ഡേയാണ് വരണേ, മാർച്ച് 9 എനിക്ക് വേറെ ഒന്നും വേണ്ട, എന്നൊന്ന് ജയിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പറഞ്ഞിട്ടാ ഞാൻ വീട്ടിൽ പറയുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുർബാനയ്ക്ക് പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതിനു മുമ്പ് പരീക്ഷയുടെ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് കഴിച്ചു. അതുപോലെ തൈലമൊക്കെ എൻ്റെ കൂട്ടുകാരികൾക്ക് മൊത്തം ഞാൻ തേച്ച് കൊടുത്തു. പക്ഷേ പരീക്ഷയ്ക്ക് ഞാൻ ചെന്ന സമയത്ത് ആദ്യത്തെ ദിവസം എനിക്ക് പരീക്ഷ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ടഫായിരുന്നു എനിക്ക്. ഞാൻ എന്താ അതിനകത്ത് എഴുതിയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ തോക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ പരീക്ഷയുടെ എക്സാമിൻ്റെ ടൈമും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസത്തെ പരീക്ഷയ്ക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാം എഴുതി, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ എല്ലാം തെറ്റിപ്പോയി. അപ്പം ഞാൻ ഉറപ്പിച്ചു, കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. മൂന്നാമത്തെ ദിവസത്തെ പരീക്ഷയാണെങ്കിൽ എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ഉറക്കം തൂങ്ങി, അതും തോക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നെ അത് ഞാൻ ഹോസ്റ്റലിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഈ സാക്ഷ്യത്തിലൊക്കെ കേൾക്കണ പോലെ ദൈവം എനിക്കൊരു അടയാളവും മാതാവ് കാണിച്ചു തന്നില്ലല്ലോ. പരീക്ഷയ്ക്ക് എക്സാം പാടുമായിരുന്നു, അപ്പം ഞാൻ തോക്കും. അത് കഴിഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ മേരി എന്ന് പറഞ്ഞിട്ട് 3 ആ എക്സാമിൻ്റെ നേരെ മേരി എന്ന് പറഞ്ഞ് എഴുതിയ ഒരു സൈൻ ഞാൻ കണ്ടു. അപ്പം എനിക്കൊരു ചെറിയ വിശ്വാസം വന്നു, മാതാവ് ജയിപ്പിക്കുമോ, അങ്ങനെ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞ പോലെ ഞാൻ റിസൾട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് മാതാവിനോട് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേർന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് ഞാൻ നോക്കി, ഞാൻ ഉപ്പിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവെ ജയിപ്പിക്കണേ, മാതാവ് ജയിപ്പിക്കണം. അപ്പം ചേച്ചിയോടൊന്നും ഞാൻ പറഞ്ഞില്ല, അവൾക്ക് ചെറിയ സംശയം തോന്നി, റിസൾട്ട് എങ്ങാനും വന്നു എന്ന്. ഞാനോട് പറഞ്ഞില്ല. പക്ഷേ അത് റിസൾട്ട് വന്നു. ഞാൻ ഒന്നും എഴുതാത്ത എൻ്റെ പരീക്ഷയ്ക്ക് എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. നല്ല മാർക്കോടുകൂടി പാസ്സായി. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, ദൈവമേ എനിക്ക് തന്നെയാണോ മാതാവ് തന്നേ? എനിക്കാണെങ്കിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ കൃപാസനത്തിൽ വന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അമ്മോടും പറയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്കാണെങ്കിൽ ഇവരോട് പറയാൻ തോന്നാണ്. ഞാൻ എന്നിട്ട് കടിച്ച് പിടിച്ച് ഇങ്ങനെ ഇരുന്നു. ഇനി പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ അപ്പോട് പറഞ്ഞു, അപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു, എന്തേ മോനെ? അപ്പം എൻ്റെ റിസൾട്ട് വന്നു. എപ്പോൾ? ഇന്നലെ രാത്രി. നീ എങ്ങനെയുണ്ട്, പരീക്ഷയ്ക്ക് എക്സാം ജയിച്ചോന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു. എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് അപ്പയെന്ന് പറഞ്ഞു. അപ്പം നിപ്പിലങ്ങ് അവിടെ കുറേ നേരം ഇരുന്ന് കരഞ്ഞു, അമ്മ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്.
അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പത്രം ആദ്യം ഞാൻ പള്ളിയിലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം അക്രൈസ്തവ ഞാൻ വൃദ്ധസദനത്തിൽ പോവാറുണ്ട്. അപ്പോൾ അവിടെ അമ്മമാരെ കുളിപ്പിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഈ നമ്മുടെ എനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ തന്നെയായാലും സാക്ഷ്യം പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് എൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ ഞാൻ ഈ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ നിർത്തി. ദൈവം ഇവരെന്ത് എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം, അതായത് ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അത് മൊത്തം ഞാനിങ്ങനെ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കും, എൻ്റെ മാമിന് അയച്ചു കൊടുക്കും, എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെ അവരും വിശ്വാസത്തിലേക്ക് വന്നു. പിന്നെ ഞാൻ ഈ തൈലം പരീക്ഷയ്ക്ക് മുമ്പ് തൈലം തേച്ച് ഉപ്പൊക്കെ കൊടുത്ത എല്ലാ മക്കൾക്കും ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് 3-ാമത്തെ ദിവസം തന്നെ എനിക്ക് തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ യൂദാപുരത്ത് വെച്ച് ഞങ്ങൾ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു നീല കളറിൽ നീല ഷോള് നീല ചുരിദാർ ഫുള്ള്. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞ് നിൽക്കുക. എന്നെ പെട്ടെന്ന് മോളെ എന്ന് പറഞ്ഞിങ്ങനെ തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കി, ആരാന്നൊന്നും എനിക്കറിയില്ല. എന്നെ ചിരിച്ചിട്ട് വെറുതെ തൊട്ടതാട്ടോ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ തട്ടി. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു മുഖം എനിക്ക് മനസ്സിലായി. എനിക്ക് ഉറപ്പത് മാതാവാന്ന്. ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മാതാവ് ഞാൻ കണ്ടില്ല. എനിക്ക് ഉറപ്പത് മാതാവാന്ന്. അങ്ങനെ എനിക്ക് ഒത്തിരി അടയാളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഉപ്പ് ഞാൻ എൻ്റെ അമ്മാമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് അമ്മമ്മയ്ക്ക് ഒട്ടും വയ്യാതെ വയറ്റിൽ നിന്നൊക്കെ പോയി ഭയങ്കര ഭിത്തിയിലൊക്കെ വെച്ച് തേക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഉടമ്പടി ക്ലാസ്സിന് ഞാനിവിടെ വരുന്ന സമയത്ത് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ചേട്ടൻ്റെ സാക്ഷ്യം അങ്കമാലിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി, അതാരാണാവോ. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പ് കൊടുത്ത സമയത്ത് അമ്മമ്മയുടെ പ്രശ്നങ്ങൾ മൊത്തം അങ്ങനെ മാറി. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ബൈബിള് കുറേ അരമണിക്കൂർ ഞാൻ വായിക്കും. മുമ്പ് എനിക്ക് വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ഞാൻ വായിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ പോവാറുണ്ട് എന്നും. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്ക് കുറവായിരുന്നു ചെയ്യലൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി ഇങ്ങനെ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വചനം കിട്ടും, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ കുറവുണ്ട് നല്ല പോലെ. അത് കഴിഞ്ഞാൽ അപ്പയ്ക്കുള്ള പോലെ ഞങ്ങളത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ കഴിയാവുന്നിടത്തോളം ഞങ്ങളെല്ലാവരും സഹായിക്കാറുണ്ട്. പൈസ കൊടുത്തു, പിന്നെ അതുപോലെ പൊതിച്ചോറ് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മാർട്ടിൻ. എനിക്ക് ഈ പത്രം ഈ ഓട്ടോയിൽ ആരോ കൊണ്ടു തന്നു. അതുവഴിയാണ് എനിക്ക് വിശ്വാസത്തിലേക്ക് വന്നത്. ഞാൻ മകൾക്ക് കൊടുത്തെങ്കിലും അവൾക്ക് ഇതിനോടൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കൊച്ചിന് ഞങ്ങളിവിടെ വന്നു. ഉടമ്പടി എടുക്കണേൽ വന്നിട്ട് പേപ്പറിൽ കാര്യങ്ങൾ എഴുതി വെച്ച് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ വേറെ ആ രൂപത്തിൻ്റെ അവിടെ ഒരു പേപ്പറിൽ ഞങ്ങളുടെ കാര്യങ്ങൾ എഴുതി വെച്ച് പോയി. പിന്നീടാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിന് പതിയെ വിശ്വാസത്തിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വിശ്വാസവും പ്രാർത്ഥനയും കൊച്ചിന് നല്ല മാർക്കോടുകൂടി പാസ്സാവാനും ഒക്കെ സാധിച്ചു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളിൽ നിന്ന മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി. ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ പേര് സജിനി. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ മാസത്തിലാണ്. എൻ്റെ അനിയത്തിയാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. അവൾ വന്നിട്ട് എനിക്കൊരു പത്രം കൊണ്ടു തന്നു. അപ്പം ഞാൻ ഹിന്ദു ആയതുകൊണ്ട്, അവൾ ഹിന്ദുവാണ്, അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഹിന്ദുവാണ്, എനിക്കിതിലൊന്നും വിശ്വാസമല്ലായിരുന്നു. ഞാൻ പത്രം ഒഴിവാക്കി, ഞാൻ വാങ്ങിയില്ല. അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചി ഇത് കട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കൊന്ന് കൃപാസനത്തിൽ പോയി നോക്കാറുണ്ട്. എന്നെ വിളിച്ചു. അല്ല ഞാൻ ചേച്ചീൻ്റെ കൂടെ ഇവിടെ കൂട്ടിന് വന്നതാണ്. അപ്പോൾ എല്ലാവരും മേലെ ക്ലാസ് നടക്കുമ്പോൾ ഞാനും അവിടെ ഇരുന്നു. ഉടമ്പടി പത്രിക തന്നപ്പോൾ ഞാനും എന്തൊക്കെയോ എഴുതി വെച്ചു. അപ്പോൾ ഞങ്ങൾക്കൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് ഞാൻ അതിനകത്ത് എഴുതി, വേറൊന്നും ഞാൻ എഴുതിയില്ല, അത് മാത്രം എഴുതി. ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കേസ് വിളിച്ചപ്പോഴൊന്നും നമുക്ക് അനുകൂലമായിട്ട് ഇതൊന്നും കിട്ടിയില്ലായിരുന്നു. TLSAയിലായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് സെറ്റിൽമെൻറ്റിന് വേണ്ടി അവർ വിളിച്ചപ്പം ഞങ്ങൾ കേസിന് പോകാമെന്ന് എഴുതിയിട്ടാണ് പോയത്. അപ്പോൾ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി തൈലവും
ഉപ്പും കയ്യിൽ വെച്ചിട്ട് ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അമ്മേ മാതാവേ അമ്മ ഉണ്ടാവണേ എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ചു. അതുവരെ ചെല്ലുമ്പോഴൊക്കെ വേറെ ആൾക്കാരുണ്ടാകല്, ആണുങ്ങളായിരുന്നു ജഡ്ജായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ ലാസ്റ്റ് പോയി കഴിഞ്ഞപ്പം അവിടെ ഒരു സ്ത്രീ ആയിരുന്നു ജഡ്ജായിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഞാൻ അവിടെ ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഞങ്ങൾ പറയണ പോലെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാതാവ് ഞങ്ങളൊരു 10 മാസത്തെ കാലാവധിയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 10 മാസത്തെ കാലാവധി തന്ന് മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അമ്മ മാതാവ് അനുഗ്രഹം തന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. പക്ഷേ ഈ ഉടമ്പടി എടുത്താലും ഞാൻ പിന്നീട് ഉടമ്പടി കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ ഉടമ്പടി ഉഴപ്പിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, 90 ദിവസമല്ലേ ഉടമ്പടി കാലാവധി, അത് ഞാൻ പൂർത്തിയാക്കി, ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യണില്ല പറഞ്ഞിട്ടിരുന്നു. 2025 ആയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. ഞങ്ങൾ ലോൺ എടുത്തിട്ടായിരുന്നു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ലോണൊന്നും അടയ്ക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഭയങ്കര ജപ്തിൻ്റെ നടപടിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് എവിടെ നിന്ന് ഒന്നും ആയില്ല. ഒരു ദിവസം ഞാനിങ്ങനെ യൂട്യൂബ് എടുത്തുകൊണ്ടിരുന്നപ്പം പിന്നെ പെട്ടെന്ന് കൃപാസനത്തിൻ്റെ ഒരു ക്ലാസ് കേട്ടു. അപ്പോൾ എൻ്റെ വിശ്വാസക്കുറവാണ് അതിനകത്ത് മുഴുവൻ എനിക്ക് ക്ലാസ്സായിട്ട് കേട്ടത്. അപ്പോൾ അതൊരു മാതാവിൻ്റെ നിയോഗം പോലെ എന്നെ ഇങ്ങോട്ട് വിളിക്കണ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാനിവിടെ വന്നു ഉടമ്പടി 2ാമത് പുതുക്കി. 2026 ജനുവരി 7 ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ നിയോഗം വെച്ചത്, മാതാവ് ഞങ്ങൾക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കച്ചവടമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ജപ്തിയൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് കച്ചവടമാക്കി തരണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛനെ കാണാൻ എഴുതിയിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ അച്ഛനില്ലായിരുന്നു, വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ അച്ഛനുണ്ടായില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ് ഞാനിവിടെ മാതാവിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. ഞാൻ പറഞ്ഞു അടുത്ത ഫെബ്രുവരി 8 ആകുമ്പോഴത്തേക്കും എൻ്റെ സ്ഥലത്തിന് എന്തെങ്കിലും ഒരു കച്ചവടമായി കിട്ടണേ മാതാവെന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ തൈലവും ഉപ്പും ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ 4 കോർണറിലും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വെതറി. അമ്മ എനിക്കൊരു ചെറിയ കാശ് രൂപ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ എനിക്കിടണം തന്നിരുന്നു. അമ്മ പറഞ്ഞു ഇതവിടെ കൊണ്ട് കുഴിച്ച് വെച്ചാൽ മതി, കച്ചവടം റെഡിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതുപോലെ ചെയ്തു. ഞാൻ വീട്ടിൽ വന്ന് 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇനി ഞാനൊരു ബ്രോക്കറെ ഞാൻ പോയി കാണില്ല മാതാവേ, അമ്മ തന്നെ എനിക്കിത് കച്ചവടമാക്കി തരണേ പറഞ്ഞു. എൻ്റെ കഴിവുകൊണ്ട് ഇനി ഒന്നും നടക്കില്ല. ഒരുപാട് പേരെ ഞാൻ കണ്ട് സംസാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ പറയുന്ന വിലയിലോ ഒന്നും നടക്കുന്നില്ല. എല്ലാവർക്കും വെറുതെ കിട്ടണ സ്ഥലം. ഞങ്ങൾ പറയുന്നതിൻ്റെ ഒരു അംശം പോലും, ഒരു 7 അയലത്ത് പോലും വരുന്ന ടീമുകളൊന്നും വില പറയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെയും കൊണ്ട് ഇനി ഒന്നും നടക്കില്ല, അമ്മ വിചാരിച്ച് എനിക്കത് കച്ചവടമാക്കി തരാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് കച്ചവടം ഉറപ്പിച്ചു. 90 ദിവസം എൻ്റെ ഉടമ്പടി കാലാവധി പൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ എഗ്രിമെൻ്റ് എഴുതിയായിരുന്നു. 3 മാസത്തെ കാലാവധിക്ക് എഗ്രിമെൻ്റ് എഴുതിയ 20 ദിവസം കൊണ്ട് തന്നെ അത് രജിസ്ട്രേഷൻ നടന്നു. ഇന്ന് ഞങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ അമ്മ മാതാവ് എനിക്ക് തീർത്ത് തന്നു. ഇതുകൂടാതെ എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. ഞാൻ 2 വർഷമായിട്ട് ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഈ തൈറോയിഡിന് ഇങ്ങനെ ടാബ്ലറ്റൊക്കെ കഴിക്കുമ്പോൾ കുറേ സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടാകുന്ന എല്ലാവരും എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി ഞാൻ ഗുളിക കഴിക്കില്ല, എനിക്ക് അമ്മ ഇത് മാറ്റി തരണേ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുമ്പം തൈലം ഞാൻ എൻ്റെ തൊണ്ടയിൽ ഇവിടെ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഇതുവരെ എനിക്കൊരു 7 താഴേക്ക് ഇതുവരെ TSH വന്നിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 4 ആയിരുന്നു എൻ്റെ തൈറോയിഡിൻ്റെ റിസൾട്ട് വന്നത്. അതും എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങളാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എനിക്ക് പത്രമൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ ഹിന്ദു ആണല്ലോ. അപ്പോൾ ഞാൻ ഈ പത്രം കൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുമല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് ഞാൻ പത്രമൊന്നും അങ്ങനെ കൊടുക്കില്ല, ഒക്കെ ഞാൻ വീട്ടിൽ വെച്ചേക്കുമായിരുന്നു. മോള് കൊണ്ടുപോയിട്ട് സ്കൂളിലൊക്കെ കൊടുക്കും, പക്ഷെ ഞാൻ ആർക്കും കൊടുക്കില്ല, എനിക്ക് മടിയായിരുന്നു. രണ്ടാമത് ഇപ്പോൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പം എനിക്ക് അച്ഛൻ ഇവിടെ പറയുന്ന പോലെ ഞാൻ എൻ്റെ പത്രത്തിനകത്ത് ഞാൻ കുരിശ് വരച്ചിട്ട് തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ട്, മാതാവ് എനിക്കിനി ഈ ഈശോനെയും അമ്മേനെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എനിക്ക് ഒരു മടിയും തോന്നരുത്, എന്നിലൂടെ അമ്മ അത് എനിക്ക് സാധിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അത് പ്രകാരം എനിക്ക് പത്രം കൊടുക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും ഞാനിപ്പം അമ്മേനെയും ഈശോനെയും പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറ്. പിന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ പോകും, അവിടുത്തെ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കാണും, സംസാരിക്കും, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ സാമ്പത്തികമായിട്ടും സഹായിക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എന്നും കാണും. ഉടമ്പടി ധ്യാനം കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും. എനിക്ക് ആദ്യമൊക്കെ സാക്ഷ്യവും പിന്നെ ധ്യാനമൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം എനിക്ക് ഒരു മടിയില്ല, ഞാനെല്ലാം സ്റ്റാറ്റസായിട്ട് വെക്കുകയൊക്കെ ചെയ്യും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.